പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NISൻ്റെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് മുമ്പ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യമായി എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിന് തുടർച്ചയായിട്ടുള്ള ബാച്ചിലും ഇനി മുതൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ പുതിയ സിലബസ് അനുസരിച്ചിട്ടാണ് പഠിക്കേണ്ടത്. പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പുനഃക്രമീകരിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം പുതിയ ബിസിനസ് സ്റ്റഡീസിൻ്റെ സിലബസിൽ 23 ചാപ്റ്റർ ആണ്. അതിൽ 9ഓളം ചാപ്റ്റർ നമ്മൾ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി 14 ചാപ്റ്റർ പഠിച്ചാൽ മതി. അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഏതൊക്കെ എന്നുള്ളത് അവതരിപ്പിച്ചിട്ടുണ്ട്. 2024 മുമ്പ് അഡ്മിഷൻ എടുത്ത് എന്തെങ്കിലും കാരണത്താൽ എക്സാം എഴുതാൻ പറ്റാതെയോ പരീക്ഷയുള്ള വിദ്യാർത്ഥികളോ ആണെങ്കിൽ അവർ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ചാപ്റ്ററാണ് ബിസിനസിന്റെ പരിസ്ഥിതി എന്ന് പറയുന്ന അധ്യായം. ഇത് വലിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് 3-4 വീഡിയോസ് ഒക്കെ വെച്ചിട്ട് ഇത് അവതരിപ്പിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ബാലൻസ് അടുത്ത വീഡിയോയിലാവും. പിന്നെയുള്ള വീഡിയോസിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ 1 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡാണ്. അത് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളത് നമ്മൾ ക്ലാസ് എടുക്കും. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഏതിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായിരിക്കും. പഴയ സിലബസ് അനുസരിച്ച് പഠിക്കുന്നവർക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ പ്ലേലിസ്റ്റിൽ ചാനലിലുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ ബിസിനസ് എൻവയോൺമെന്റിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ആ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ബിസിനസ് എൻവയോൺമെന്റിലേക്ക് പോകുന്നത്. ബിസിനസ് എന്ന് പറയുന്ന വാക്ക് ബിസി എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബിസി എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും തിരക്കായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. സാമ്പത്തികവും സാമ്പത്തികേതരവും ഉണ്ട്. അതിൽ സാമ്പത്തിക പ്രവർത്തനം എന്നാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഡെഫിനേഷൻ നമ്മൾ പറയുകയാണ്. അതുപോലെ വിൽപ്പനയിലൂടെയോ കൈമാറ്റത്തിലൂടെയോ വിനിമയത്തിലൂടെയോ ലാഭം നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും തുടർച്ചയായ അടിസ്ഥാനത്തിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ. സാധനങ്ങളും സേവനങ്ങളും വാങ്ങലും വിൽക്കലും നടക്കുന്ന ഒരു തുടർച്ചയായ പ്രവർത്തനമാണ്. അവിടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താണ്? ലാഭം നേടുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ലാഭം നേടുക, ഉപഭോക്താക്കളെ സംതൃപ്തിയാക്കുക, നവീനവൽക്കരിക്കുക, വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം നടത്തുക, ഇതൊക്കെ ബിസിനസ്സിന്റെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, കൂടുതലായി നമ്മൾ വിശദീകരിക്കുന്നില്ല. അതിന്റെ നിർവചനം നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് നമ്മുടെ ചാപ്റ്ററുമായി ബേസ് ചെയ്തത്. വാട്ട് ഈസ് ബിസിനസ് എൻവയോൺമെന്റ്, സ്റ്റേറ്റ് ഇറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. എന്താണ് ബിസിനസ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തുവാണ്? പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ചുറ്റുപാടാണ്. ബിസിനസ് പ്രവർത്തനത്തെ ചുറ്റി നിൽക്കുന്ന, അതിനെ ബാധിക്കുന്ന സാഹചര്യങ്ങളാകാം, സന്ദർഭങ്ങളാകാം, സംഭവങ്ങളാകാം, സ്വാധീനങ്ങളാകാം. ഇതെല്ലാം അവിടെ കൂടിയതാണ് എന്താ ഇത് ബിസിനസ് പരിസ്ഥിതി. ഒരു ബിസിനസ്സിനെ ചുറ്റി നിൽക്കുന്ന അതിൻ്റെ പുറഭാഗത്തുള്ള സംഭവങ്ങൾ, സ്വാധീനങ്ങൾ, സാഹചര്യങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ബിസിനസ് പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്? ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രണ്ടാമത്, തന്ത്രപരമായ പ്ലാനിങ്ങിനും തീരുമാനമെടുക്കുന്നതിനൊക്കെ ബിസിനസ് പരിസ്ഥിതി സഹായിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നുണ്ട്, നല്ലൊരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നതും ബിസിനസ് പരിസ്ഥിതിയാണ്. നാലാമത് പറയുന്നത്, ഭൗതികപരമായ ഒരു വളർച്ച ഉറപ്പുവരുത്തുന്നതും
ബിസിനസ് പരിസ്ഥിതിയിലൂടെയാണ് എന്നതാണ് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒരു 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഏതൊക്കെയാണ് വിവിധ തരം ബിസിനസ് പരിസ്ഥിതികൾ ഏതൊക്കെയാണ്? 5 മാർക്കിന് ചോദിക്കുമ്പോൾ ആദ്യം എന്താണ് ബിസിനസ് പരിസ്ഥിതി എന്ന് ആദ്യം എന്താണെന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒരു ഡയഗ്രാം മോഡൽ വരയ്ക്കാം. ബിസിനസ് പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സാമ്പത്തിക പരിസ്ഥിതി, അതേപോലെ തന്നെ സാമ്പത്തികേതര 2 തരത്തിലാക്കാം. സാമ്പത്തിക പരിസ്ഥിതിയും സാമ്പത്തികേതര പരിസ്ഥിതി, അങ്ങനെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോന്നും നമ്മൾ വിശദീകരിച്ച് പറയുന്നില്ല. എന്താണ് സാമ്പത്തിക പരിസ്ഥിതി, എക്കണോമിക് എൻവയോൺമെന്റ്, നോൺ എക്കണോമിക് എൻവയോൺമെന്റ് എന്നാണ് സാമ്പത്തികേതരം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ വ്യാപാര വാണിജ്യ ഉപഭോക്തൃ സ്വഭാവത്തെ ബാധിക്കുന്ന എല്ലാ സാമ്പത്തിക ഘടകങ്ങളെയും സാമ്പത്തിക പരിസ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സാമ്പത്തിക പരിസ്ഥിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപാര വാണിജ്യ പ്രവർത്തനത്തെ ബാധിക്കുന്ന എല്ലാ സാമ്പത്തിക ഘടകങ്ങളും ചേർന്നാൽ സാമ്പത്തിക പരിസ്ഥിതി. വിശാലമായ സമ്പത്ത് വ്യവസ്ഥയിലും പെട്ടെന്നുള്ള വിപണന സ്ഥലത്തിലും ഉണ്ടാകുന്ന എല്ലാ ബാഹ്യ ഘടകങ്ങളും ഏതിൽ വരുന്നുണ്ട്? സാമ്പത്തിക പരിസ്ഥിതിയിൽ വരുന്നുണ്ടെന്നാണ്. സാമ്പത്തിക പരിസ്ഥിതിയെ 3 ആയി തരംതിരിക്കാം. ഒന്ന് പറയുന്നത് സാമ്പത്തിക സാഹചര്യങ്ങൾ, 2 പറയുന്നത് സാമ്പത്തിക നയങ്ങൾ, 3 പറയുന്നത് സാമ്പത്തിക വ്യവസ്ഥ. ഇനി ഇത് ഓരോന്ന് എന്താന്ന് പറയുന്നത്. സാമ്പത്തിക സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ മൈക്രോ എക്കണോമിക് വേരിയബിൾ, മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ഘടകങ്ങളാണ്, ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായി പഠിക്കുന്ന ഘടകങ്ങളാണ്. അതാണ് ഈ സാമ്പത്തിക സാഹചര്യങ്ങളിൽ വരുന്നത്, മൈക്രോ എന്ന് പറയുന്നത്. അത്തരം അവസ്ഥകളിൽ GDP വളർച്ചാ സാധ്യത, തൊഴിലില്ലായ്മ നിരക്ക്, പണപ്പെരുപ്പം എന്നിവ ഉൾപ്പെടാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത് പറയുന്നത് സാമ്പത്തിക നയങ്ങളാണ്, എക്കണോമിക് പോളിസിയാണ് സാമ്പത്തിക പരിസ്ഥിതിയിൽ വരുന്ന രണ്ടാമത്. സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ഗതിയാണ് സാമ്പത്തിക നയം. സാമ്പത്തിക നയത്തിന്റെ ഉദാഹരണത്തിൽ സർക്കാരിന്റെ ചെലവുകളെ കുറിച്ചും നികുതി ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് സാമ്പത്തിക പരിസ്ഥിതി വരുന്ന മൂന്നാമത്തെയാണ് സാമ്പത്തിക വ്യവസ്ഥ, എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ക്രമം ഒരു സമൂഹത്തിനകത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഉൽപാദനം നടത്തുന്നുണ്ട്, വിഭവവിഹിതം നടത്തുന്നുണ്ട്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥ ഒരുതരം സാമൂഹ്യ വ്യവസ്ഥയാണ്. ഉൽപാദന രീതി ഒരു അനുബന്ധ ആശയമാണ്. ഇനി രണ്ടാമത്തേണ് സാമ്പത്തികേതര പരിസ്ഥിതി എന്താണ്? അപ്പൊ സാമ്പത്തിക പരിസ്ഥിതി നമ്മൾ പറഞ്ഞു. ഇനി സാമ്പത്തികേതര പരിസ്ഥിതി, നോൺ എക്കണോമിക് എൻവയോൺമെന്റ് എന്തൊക്കെയാണ്? അതിൽ രാഷ്ട്രീയ വ്യവസ്ഥ, സർക്കാർ നയങ്ങൾ, നിയമ നടപടികൾ, സാമൂഹ്യ വ്യവസ്ഥ, ജനസംഖ്യാപരമായ ഘടകങ്ങൾ, സാങ്കേതിക വികസനം, രാജ്യത്തിന്റെ പ്രകൃതി, പരിസ്ഥിതി എന്നിവ സാമ്പത്തികേതര പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇത് ഓരോന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. സാമ്പത്തികേതര പരിസ്ഥിതിയിൽ ഒന്നാമത്തെയാണ് സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത്. സാമ്പത്തികേതര പരിസ്ഥിതി എന്നാണ് സാമൂഹിക പരിസ്ഥിതി. ഒരു കൂട്ടം ആളുകളുടെ മൂല്യങ്ങള്, വിശ്വാസങ്ങള്, ആചാരങ്ങള്, സമ്പ്രദായങ്ങൾ ഇതെല്ലാം കൂടിയാണ് സാമൂഹിക പരിസ്ഥിതിയിൽ വരുത്തുന്നത്. പിന്നെ വരുന്നതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്. സാമ്പത്തികേതര പരിസ്ഥിതിയിൽ രണ്ടാമത്തെയാണ് രാഷ്ട്രീയ പരിസ്ഥിതി. ബിസിനസിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്നത് ബിസിനസ് പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സർക്കാർ നടപടിക്രമങ്ങളാണ്. രാഷ്ട്രീയ ഘടകങ്ങൾ സാധാരണയായി നിയമപരവുമായി കൈകോർത്തു പോവുകയും ബിസിനസ്സുകളെ സ്വാധീനിക്കുന്ന മാർക്കറ്റ് ഇതര ശക്തികളായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് നിയമപരിസ്ഥിതി. സാമ്പത്തികേതര പരിസ്ഥിതി വരുന്ന നിയമപരിസ്ഥിതി. ബിസിനസിന്റെ നിയമപരമായ അന്തരീക്ഷമാണ് നിയമപരിസ്ഥിതി. എന്റർപ്രൈസിന്റെ പ്രവർത്തനത്തെ ആകർഷകമാക്കുന്നത് ബിസിനസ്സുമായി വിദൂരമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇത് സ്വീകരിക്കുന്നു. ബിസിനസിന്റെ നിയമപരമായ പരിസ്ഥിതി എന്ന പദം ഏതെങ്കിലും കമ്പനിയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നിയമപരമായ അതിർത്തികളിലും സ്ഥാപനത്തിന്റെ വ്യാപ്തിയും നിർവചിക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികേതര പരിസ്ഥിതി വരുന്നതാണ് സാങ്കേതിക പരിസ്ഥിതി വരുന്നത്. സാങ്കേതിക വിദ്യയുടെ മാറ്റങ്ങൾ സ്ഥാപനത്തിന്റെ വിപ്ലവന ശ്രമത്തെ ബാധിക്കുന്ന സ്ഥാപനത്തിന്റെ ബാഹ്യ പരിസ്ഥിതിയുടെ ഭാഗമാണ്. മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക പരിസ്ഥിതി ഭീഷണികളോ അല്ലെങ്കിൽ അവസരങ്ങളോ അവതരിപ്പിക്കാം. പിന്നെ പറയുന്നത് ഡെമോഗ്രാഫിക് എൻവയോൺമെന്റ് ആണ്, ജനസംഖ്യാ പരിസ്ഥിതി എന്ന് പറയുന്നത്.
ജനസംഖ്യാപരമായ പരിസ്ഥിതി എന്നാൽ ഒരു സ്ഥാപനത്തെയോ രാജ്യത്തെയോ ചുറ്റിപ്പറ്റുള്ളതും വിപണികളെ വളരെയധികം ബാധിക്കുന്നതുമായ മനുഷ്യ ജനസംഖ്യ സവിശേഷതകളാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ജനസംഖ്യാപരമായ പരിസ്ഥിതികൾ പ്രായം, ജനനം, മരണം, വിദ്യാഭ്യാസം, ഭൂമിശാസ്ത്രമായ വ്യതിചലനം എന്നിവയെല്ലാം ഉണ്ട്. പിന്നെ വരുന്നതാണ് പ്രകൃതി പരിസ്ഥിതി എന്ന് പറയുന്നത്, നാച്ചുറൽ എൻവയോൺമെന്റ്. ഒരു കമ്പനി അവരുടെ മാർക്കറ്റിംഗ് പ്രവർത്തനത്തെ ബാധിക്കുന്ന ഇൻപുട്ടുകളായി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വർദ്ധിച്ച മലിനീകരണമുണ്ട്, അസംസ്കൃത വസ്തുക്കളുടെ കുറവുണ്ട്, സർക്കാർ ഇടപെടലുകൾ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികേതര പരിസ്ഥിതിയിൽ രാഷ്ട്രീയ പരിസ്ഥിതി വരുന്നുണ്ട്, അതേപോലെ തന്നെ സാമൂഹിക പരിസ്ഥിതി വരുന്നുണ്ട്, നിയമപരമായ പരിസ്ഥിതി ഉണ്ട്, സാങ്കേതിക പരിസ്ഥിതി ഉണ്ട്, ജനസംഖ്യ പരിസ്ഥിതി ഉണ്ട്, പ്രകൃതി പരിസ്ഥിതി ഉണ്ട്. ഇത് എത്രയാണ് ഇതിൽ വരുന്നത്? ഇതൊരു 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത. ഇനി മൂന്നാമത്, വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ് സ്റ്റേറ്റ് എലമെന്റ്സ്. എന്താണ് ബിസിനസിന്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്ത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരം, സമൂഹത്തിന് വ്യാപാരികൾ ചെയ്തു കൊടുക്കേണ്ട സന്മാർഗികമായ നല്ല മൂല്യങ്ങളാണ്. വ്യാപാര സദാചാര ശാസ്ത്രം ഇത് സത്യം, നീതി, ആത്മധൈര്യം തുടങ്ങിയ മനുഷ്യന്റെ സ്വഭാവശുദ്ധിയെ വളർത്തുന്നതിനും സമൂഹത്തിലെ നന്മക്ക് ഉപകരിക്കും വിധമാണ് ഒരു വ്യാപാരി വ്യാപാര പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പോസിറ്റീവായ രീതിയിൽ സത്യസന്ധപരമായി നീതിപൂർവമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസരം സമൂഹത്തിലെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ വരുന്നത്, ഒന്ന് തിരിച്ചറിയലാണ്, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സദാചാരപരമായ പ്രശ്നങ്ങളുടെ പ്രാധാന്യത്തെ ശരിയായ രീതിയിൽ തിരിച്ചറിയുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, സദാചാര ധാരണമില്ലായ്മയുടെ സഹനം. ഒരു സംരംഭത്തിൽ തൊഴിലാളി 10 മിനിറ്റ് വൈകി വന്നാൽ അത് സഹിക്കാനാവാതെ ബിസിനസ് സംരംഭങ്ങൾ തയ്യാറാവും. എന്നാൽ ചില സംരംഭങ്ങൾ തീരുമാനം എടുക്കാൻ തയ്യാറാവും. ചില ആളുകൾ 10 മിനിറ്റ് വൈകി വന്നതിന് അവിടെ തീരുമാനം എടുക്കും, എന്തെങ്കിലും തീരുമാനം ഇയാൾക്കെതിരെ ഡിസിഷൻ എടുക്കും, ചിലരെടുക്കൂല. പിന്നെ പറയുന്നത് മാനേജറെ കാര്യക്ഷമതയും സദാചാര കാര്യക്ഷമതയും സംയോജിപ്പിക്കണം. മാനേജറെ കാര്യക്ഷമതയോടെ ആവശ്യമായ ആശയമാണ് സദാചാര കാര്യക്ഷമത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ബിസിനസിന്റെ അവസരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത്, തന്ത്രപരമായ പ്ലാനിങ്ങും തീരുമാനമെടുക്കുന്നതിനും സഹായിക്കുന്നു. മൂന്നാമത് പറയുന്നത്, നല്ല പ്രതിച്ഛായ ഉണ്ടാക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നു. 4, ഭൗതികപരമായ വളർച്ച ഉണ്ടാക്കുന്നു. ഇത് വിശദീകരിക്കണം മാർക്കിനനുസരിച്ചിട്ട്. ഇനി ആറാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ട് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആണ്. എന്താണ് ബിസിനസിന്റെ സാമൂഹികപരമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഒരു വ്യാപാര സ്ഥാപനം അതിൻ്റെ ഉടമസ്ഥർ ഉണ്ടാവും, നിക്ഷേപകർ ഉണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും, സപ്ലയർ ഉണ്ടാവും, ഉപഭോക്താക്കൾ ഉണ്ടാവും, എതിരാളികൾ ഉണ്ടാവും, സർക്കാർ ഉണ്ടാവും, സമൂഹം ഉണ്ടാവും എന്നീ വിഭാഗങ്ങളുമായിട്ടാണ് ഒരു ബിസിനസ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓരോ വ്യാപാര സ്ഥാപനങ്ങളും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരെയാണ് തൽപര കക്ഷികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തൽപര കക്ഷികളോട് ഉള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി. ബിസിനസ്സിന് സമൂഹത്തോട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഗവൺമെന്റിനോട് എന്തൊക്കെ ചെയ്യണം, പബ്ലിക്കിനോട് എന്തൊക്കെ ചെയ്യണം, അവിടെയുള്ള സ്റ്റാഫുകളോട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അതാണ് അവിടെ ബിസിനസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ വ്യത്യസ്ത തരം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഓക്കെ, ഒരു വ്യാപാര സ്ഥലത്തിലെ ആളുകളുമായി കണക്ഷൻ നടത്തുന്നുണ്ട്. ഉടമസ്ഥരോടും നിക്ഷേപകരോടുമുള്ള ഉത്തരവാദിത്തമാണ് ഒന്നാമത്. അടുത്ത ചോദിക്കുന്നുണ്ട്, എക്സ്പ്ലെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിഫറെന്റ്. വ്യത്യസ്ത ഗ്രൂപ്പുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ബിസിനസ് എന്നത്. അതിൽ ഒന്നാമത് നിക്ഷേപകരോട്, റെസ്പോൺസിബിലിറ്റി ടുവേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ആണ്.
ഓണർമാരോട് എന്തൊക്കെ ഒരു ബിസിനസ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? കാര്യക്ഷമമായ രീതിയിൽ അവിടെ വ്യാപാരം നടത്തണം, മൂലധനവും മറ്റു വിഭവങ്ങളും നല്ല രീതിയിൽ ഉപയോഗിക്കണം, നിക്ഷേപത്തിന് ന്യായമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, നിക്ഷേപ തുക നിശ്ചിത സമയത്ത് തന്നെ തിരിച്ചു നൽകുക, നിക്ഷേപത്തിന് സ്ഥിരമായ പലിശ നൽകുക. ഇതൊക്കെയാണ് അതിനുള്ള ആൻസർ. ഇതേപോലെ ജീവനക്കാരോടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ബിസിനസ്സിന്. കൃത്യസമയത്തും പതിവായി ശമ്പളവും കൂലി നൽകുക. തൊഴിലാളികളുടെ ഉത്തരവാദിത്തം കൃത്യസമയത്ത് ശമ്പളവും കൂലിയൊക്കെ നൽകുക. ശരിയായ ജോലി സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കുക. അതിനുള്ള നല്ലൊരു എൻവയോൺമെന്റ് അവിടെ കൊടുക്കണം. ജോലി സുരക്ഷിതത്വങ്ങൾ, ആനുകൂല്യങ്ങൾ, ബോണസ്, DA അങ്ങനെ പല അലവൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. താമസ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഗതാഗത സൗകര്യം, ക്യാൻറ്റീൻ, മെച്ചപ്പെട്ട ജീവിത സൗകര്യം, ഇതൊക്കെ തൊഴിലാളികൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. പരിശീലനവും വികസനവും നൽകുക. ഇത്രയാണ് തൊഴിലാളികളോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമറാണ്. ഉപഭോക്താക്കളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ സാധനങ്ങളും സേവനങ്ങളും നൽകുക, ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ശരിയായ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, ന്യായമായ വിലക്ക് ഉൽപ്പന്നങ്ങൾ നൽകുക, ഉൽപ്പന്നങ്ങളെ പറ്റിയും അവ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള ഗുണദോഷങ്ങളെ പറ്റിയും ഉപഭോക്താക്കൾക്ക് വ്യക്തമായ അറിവ് നൽകുക, ശരിയായ തരത്തിലുള്ള വിൽപ്പനാന്തര സേവനങ്ങൾ ഉറപ്പിക്കുക, ഉപഭോക്താക്കളുടെ പരാതികൾക്ക് സദര പരിഹാരം കാണുന്നതിന് ആവശ്യമായത് ചെയ്യുക, മായം ചേർക്കൽ, തൂക്കക്കുറവ് തുടങ്ങിയ നീതിരഹിതമായ മാർഗങ്ങൾ ഒഴിവാക്കുക. ഇതേപോലെ ഗവൺമെന്റിനോടുള്ള ചില ഉത്തരവാദിത്തമുണ്ട്. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി ഗവൺമെന്റ്. സർക്കാർ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുക, സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതികളും ഫീസുകളും പതിവായി സത്യസന്ധമായി അടക്കുക, സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മലിനീകരണ നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തുക, അഴിമതി തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ഇതേപോലെ സമൂഹത്തോടുള്ള ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. സമൂഹത്തിലെ താഴ്ന്ന തട്ടിലുള്ളതും പിന്നോക്ക വിഭാഗത്തിലുള്ളവരെ സഹായിക്കുക, സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുക, തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പ്രകൃതി വിഭവങ്ങളെയും വന്യജീവികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യമാണ്, ഗിവ് any 4 arguments in favor of social responsibility ആണ്. സാമൂഹിക ഉത്തരവാദിത്തത്തിനെതിരായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ബിസിനസിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന ആശയത്തിന് സർവ്വവ്യാപകമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ ചിലർ അതിനെ എതിർക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് പരമാവധി ലാഭമാണ്. പരമാവധി ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണെന്ന് ബിസിനസ് ബാധിക്കുന്നുണ്ട്. ആ ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. 2, സാമൂഹ്യ ഇടപെടലിന്റെ ചെലവാണ്. ബിസിനസിന്റെ സാമൂഹിക ഉത്തരവാദിത്തം എന്ന ആശയത്തിനെതിരെ മറ്റൊരു വാദമാണ് സാമൂഹ്യ ഇടപെടൽ വരുത്തി തീർക്കുന്ന ദുർബലപരമായ ചെലവാണ്. 3, സാമൂഹ്യ വൈദഗ്ധ്യത്തിന്റെ അഭാവമാണ്. ബിസിനസിന്റെ സാമൂഹ്യ ഉത്തരവാദിത്തം എന്ന ആശയത്തെ എതിർക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വശം ബിസിനസ്സുകാർക്ക് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈദഗ്ധ്യം കുറവാണ്. സമൂഹത്തിലോട് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവ് കുറവാണ്. 4, ബിസിനസ് ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കലാണ്. ബിസിനസ്സുകാർ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തലയിട്ടാൽ ഉൽപാദനത്തെ ബാധിക്കുമെന്ന് അവർ ചിന്തിച്ചു പോകുന്നുണ്ട്. അതൊന്നും കൂടുതൽ സമയത്തിന് ചെലവഴിക്കുന്നില്ല. ലാസ്റ്റ് 5ാമത്തെ പറയുന്നുണ്ട്, ബിസിനസ് സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടും. സ്വതന്ത്ര ബിസിനസ് എന്ന ആശയത്തിന്റെ തത്വങ്ങളെ അട്ടിമറിക്കുന്ന ഒന്നാണ് ബിസിനസിന്റെ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. 6ാമത് പറയുന്നുണ്ട്, കോർപ്പറേഷനുകൾ ധാർമ്മിക സംഘങ്ങളല്ല. 7, അന്താരാഷ്ട്ര മത്സരക്ഷമത കുറയും. ഇത്രയൊക്കെയാണ് ഈ ബിസിനസ് പരിസ്ഥിതിയെ എതിർക്കുന്നത്. ഇനി ഇതിന്റെ ബാക്കി ചോദ്യങ്ങളും ആൻസറുകളൊക്കെ അടുത്ത വീഡിയോയിൽ വരും. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും ക്ലാസ്സുകൾക്കും ഗൈഡുകൾക്കൊക്കെ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സോട് കൂടിയിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗൈഡുകളും അസൈൻമെന്റുകളും പ്രാക്ടിക്കൽ റെക്കോർഡുകളും നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, 9037114679. ഓക്കെ, താങ്ക് യു.